ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 19 എത്തി. ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ നമുക്ക് മഹോത്സവമായിട്ട് ആഘോഷിക്കണ്ടേ. യോസേപ്പിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനത്തിലാണ്. യോസഫ് നീതിമാനായിരുന്നു എന്നാണ്. നീതിമാനായ യോസഫ് ആ നീതി പ്രകടിപ്പിക്കുന്നത് ജീവിതത്തിലൊരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ്. താനുമായി വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്ന പെൺകുട്ടി ഗർഭവതിയാണെന്നറിയുന്നു. വിവാഹനിശ്ചയമായിട്ടുള്ളൂ. അപ്പം ജോസഫിൻ്റെ ദൃഷ്ടിയിൽ അതൊരു അവിഹിത ഗർഭമാണ്, വ്യഭിചാരത്തിൻ്റെ ഒരു മേഖലയാണ്. ജോസഫ് ഇക്കാര്യം മറ്റൊരാളെ അറിയിച്ചാൽ, പുറത്തറിഞ്ഞാൽ, മോശയുടെ നിയമമനുസരിച്ച് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം. ജോസഫിൻ്റെ നീതിബോധം അതിനനുവദിക്കുന്നില്ല. മോശയുടെ നിയമം ലംഘിച്ചുകൊണ്ട് കരുണ കാട്ടാൻ, നീതി കാട്ടാൻ ജോസഫ് ആഗ്രഹിക്കുകയാണ്. ജോസഫ് തീരുമാനിച്ചു, അവളെ രഹസ്യമായി ഉപേക്ഷിക്കാം. ആരെയും വേദനിപ്പിക്കണ്ട, ആരെയും അപകീർത്തിപ്പെടുത്തണ്ട, ആരെയും ഇകഴ്ത്തണ്ട, ആരെയും അപമാനിക്കണ്ട. അവളെ എങ്ങനെ രഹസ്യമായിട്ട് ഉപേക്ഷിച്ചേക്കാം. കല്ലെറിഞ്ഞു കൊല്ലുന്നതൊക്കെ എത്രയോ ഹീനമാണ്, അതെല്ലാം ഒഴിവാക്കാം. അങ്ങനെ വളരെ നീതിയുക്തമായൊരു തീരുമാനം യോസേപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു ദൂതനെ യോസേപ്പിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. ആ ദൂതൻ സ്വപ്നത്തിലൊരു ദർശനം നൽകി, നിർദ്ദേശം നൽകി. ജോസഫ്, നീ മേരിയെ സംശയിക്കേണ്ട. അവൾ ഗർഭവതി ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ പ്രസവിക്കുന്ന കുഞ്ഞ് ദൈവപുത്രനാണ്, ദൈവമാണ് അപ്പൻ. നീ അവനെ ഈശോ എന്ന് പേര് വിളിക്കണം എന്ന് വരെ, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ പേര് വരെ പറഞ്ഞു കൊടുക്കുകയാണ്. ജോസഫ് ഹാപ്പിയായി. പക്ഷേ കാരുണ്യമുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ കിട്ടും. അപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കാരുണ്യത്തിൻ്റെ തീരുമാനം എടുക്കുമ്പോൾ സ്വർഗം ഒരു ദൂതനെ നമ്മുടെ അടുത്തേക്ക് അയക്കും. ആമേൻ.